ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനങ്ങൾക്ക് മലയാള ബ്രാഹ്മണർ മാത്രം അപേക്ഷിച്ചാൽ മതിയെന്ന നിബന്ധന ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ശബരിമല മേൽശാന്തി നിയമനത്തിന് മലയാള ബ്രാഹ്മണർ അല്ലാത്തവരെയും പരിഗണിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. നടപടി വിവേചനപരമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങൾ ചേതൻ സാജൻ നൽകും. കൊച്ചിയിൽ നിന്നും ചേതൻ, വിശദാംശങ്ങൾ. ആതിര, ഇന്ന് ഹൈക്കോടതിയിൽ ഈ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി മലയാള ബ്രാഹ്മണർ എല്ലാത്തവർ അപേക്ഷിക്കേണ്ട എന്നുള്ള ഒരു വിജ്ഞാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹർജിക്കാർ മലയാളി ബ്രാഹ്മണർ അല്ലാത്ത CV വിഷ്ണുനാരായണൻ, TL സിജിത്ത്, PR വിജേഷ് ഈ 3 പേരാണ് ഇപ്പോൾ ഹൈക്കോടതി ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചായ ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് PG അജിത് കുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഇന്ന് വിധി പറയുന്നത്. ഈ കേസിൽ സംബന്ധിച്ച് പ്രധാനമായും ഹർജിക്കാർ പറയുന്നത് ഈ നിബന്ധന പൊതുവെ വിവേചനപരമാണ്. അതായത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. ആർട്ടിക്കിൾ 14-ൻ്റെയും ആർട്ടിക്കിൾ 15-ൻ്റെയും ആർട്ടിക്കിൾ 16-ൻ്റെയും ലംഘനമാണെന്നാണ് ഇപ്പോൾ ഹർജിക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഹർജി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല, ഈ ജാതീയതയും അതുപോലെ തന്നെ ഉച്ചനീചത്വങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ നിബന്ധന എന്നുമാണ് ഈ ഹർജിക്കാരുടെ പ്രധാന ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഇതിൽ ഈ നിബന്ധനയിൽ വിവേചനമുണ്ടെന്ന് പറഞ്ഞാൽ കഴമ്പില്ല. കാരണം പൊതുവെ ഈ ശബരിമല അമ്പലം ഒഴിച്ച് മറ്റു ക്ഷേത്രങ്ങളിൽ ഈ മേൽശാന്തിമാർ അടക്കമുള്ളവരെ ഈ ബ്രാഹ്മണരല്ലാത്ത മറ്റു സമുദായങ്ങൾ കൂടി പരിഗണിക്കുന്നുണ്ട്, അവരെ നിയമിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ന് കരുതി ഈ ശബരിമലയിൽ വിവേചനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കഴമ്പില്ല. അതുപോലെ തന്നെ ഈ ബ്രാഹ്മണന്മാരിൽ നിന്ന് മറ്റു വിഭാഗങ്ങളെ ഒഴിവാക്കിയത് കൊണ്ട് ഇതിൽ ഒരു ജാതീയത പറയാൻ സാധിക്കില്ല, ജാതീയ വിവേചനം എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ശബരിമലയുടെ മേൽശാന്തി നിയമനം സ്ഥിര നിയമനമല്ല, അതുപോലെ തന്നെ അതൊരു പൊതു നിയമമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് 2015 ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നു. ഇതുപ്രകാരം ഈ ശബരിമല മേൽശാന്തി നിയമനം പൊതുവായുള്ളതല്ല എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസിലാണ് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ വിധി വരാൻ പോകുന്നത്. ആതിര.